ഹായ്, സച്ചിനാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ വ്യക്തിയെ പരിചയപ്പെടാൻ പോവുക. അതായത് നമ്മുടെ തൃശ്ശൂർ കേക്ക് ഡെലിവറി പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം, അത് സ്റ്റാർട്ട് ചെയ്ത് വെച്ച വ്യക്തിയാണ്. ഓക്കെ, തൃശ്ശൂരുകാർ കേട്ടിട്ടുണ്ടാവും, ജോയ്മോൺ കേക്ക്സ്. നമുക്ക് വിളിച്ച് ഓർഡർ ചെയ്യാം, പോയി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം. പറയുന്ന അഡ്രസ്സിലേക്ക് അവർ എത്തിച്ചു തരും. അതാണ് പ്രത്യേകത. അതും തുടങ്ങുന്നത് 2018 എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനൊരു സംരംഭം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിയല്ലേ. അപ്പോൾ നമുക്ക് ആളെ കുറിച്ചൊന്ന് കൂടുതൽ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. കാണുക. നമസ്കാരം, ഞാൻ രഘുനാഥ്, തൃശ്ശൂരിലെ ജോയ്മൺ കേക്ക്സ് എന്ന് പറഞ്ഞ കേക്ക് ഷോപ്പിൻ്റെ ഓണറാണ്. നമസ്കാരം രഘുവേട്ടാ. അപ്പോൾ ജോയ്മോൺ കേക്ക്സ് തൃശ്ശൂരാണെന്ന് പറഞ്ഞു. തൃശ്ശൂർ ശരിക്കും എവിടെയാണ് വരുന്നത്? തൃശ്ശൂർ ഞങ്ങൾ സ്ഥാപനം ഉള്ളത് പൊളരിയിലാണ് ബേസിക്കലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മെയിൻലി ഡെലിവറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ കേക്ക് ഹോം ഡെലിവറി. ഹോം ഡെലിവറീസ്. ശരി. കാരണം കേക്കുകൾ അങ്ങനെ ഡെലിവറി ചെയ്യാനായിട്ട് അധികം ആരും ബുദ്ധിമുട്ടാറില്ല, മെനക്കെടാറില്ല. അതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടുതലായതുകൊണ്ട് മറ്റ് ഐറ്റംസ് പോലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വളരെ സറ്റിലായിട്ടും വളരെ കെയർഫുള്ളായിട്ടും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാധനമായതുകൊണ്ട് നമ്മൾ തൃശ്ശൂരിൽ ചുറ്റുപാടുകളിലൊക്കെ തന്നെ ഒരു 20 മിനിറ്റ്സാണ് ടൈം ഫ്രെയിമിൽ എത്തിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുകയാണ്. ബേസിക്കലി ഒളരിയിലാണ് നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതും ഔട്ട്ലെറ്റുകളും മാനുഫാക്ചറിംഗ് യൂണിറ്റ്. അപ്പോൾ ഒളരിയിൽ തന്നെ ഷോപ്പായിട്ട് ഇപ്പോൾ എവിടെയായിരുന്നു? ഷോപ്പ് ഉള്ളത് ഒളരി തന്നെ, പെട്രോൾ പമ്പിൻ്റെ നെക്സ്റ്റ് പെട്രോൾ പമ്പ് കണ്ണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ഔട്ട്ലെറ്റ് ഉള്ളത്. നമ്മുടെ ഈ ജോയ്മോൺ കേക്ക്സ് എന്ന് പറയുന്ന കേക്ക് യൂണിറ്റിലേക്ക് വരാൻ എന്താണ് കാരണം? കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഇറ്റ്സെൽഫ് ഇറ്റ് ഷോസ് ഹാപ്പിനെസ്, ഇറ്റ് മീൻസ് ഹാപ്പിനെസ്, അങ്ങനെയാണ് പൊതുവെ പറയാം. മറ്റുള്ള സ്വീറ്റ് പോലെയല്ല. എല്ലാ സ്വീറ്റ് കൊടുക്കുകയാണെങ്കിലും ഓക്കെ, അതൊരു സെലിബ്രേഷൻ മൂഡിലേക്ക് എത്തിക്കാനായിട്ട് കേക്കിനെ കൊണ്ടേ പറ്റുള്ളൂ. കേക്ക് കട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ സെറിമണി എന്ന് പറയാം. നമ്മൾ അടുത്ത പരിപാടി അല്ലെങ്കിൽ ഒരു 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 ആഘോഷത്തിൻ്റെ ഇടയിൽ കേക്ക് സെറിമണി എന്നാണ് പറയുക കേക്ക് കട്ടിങ്ങിന്. ഇപ്പോൾ ഒരു പായസമായാലും അല്ലെങ്കിൽ ഒരു ലഡുവോ ജിലേബിയോ എന്തായാലും വാങ്ങിക്കുന്നു, കഴിക്കുന്നു, മധുരം അറിയാം. പക്ഷേ ഇതൊരു വേറൊരു മൂഡാണ് ഉണ്ടാക്കുന്നത് കേക്ക്. ഏത് ഏജിലുള്ള ആൾക്കാർക്കായാലും അതിപ്പോൾ നമ്മളൊരു കേക്ക്, ഒരു ബർത്ത്ഡേ വരികയാണ്, കേക്ക് മനസ്സിൽ കണ്ടു, ഓക്കെ, അത് ഓർഡർ ചെയ്യുന്ന സമയം തൊട്ട് ഡെലിവറി വരുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്, പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ചുറ്റും കൂടി നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി കട്ട് ചെയ്ത് അത് കഴിക്കുന്നു. അപ്പോൾ ഫ്ലേവറുകൾ ആസ്വദിക്കുന്നു. ഒരുപാടുണ്ട്, നമ്മുടെ സ്വന്തമായിട്ട് ഫ്ലേവേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ആ ഒരു മൂഡ് ഉണ്ടാക്കാനായിട്ട് കേക്കിന് മാത്രമേ. അതുകൊണ്ടാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ അത് ഇറ്റ്സ് സ്പ്രെഡിങ് ഹാപ്പിനെസ്. ഞാനിപ്പോൾ പുറത്തായിരുന്നു കുറേ കാലം, ബേസിക്കലി ഹോട്ടലിയറാണ്. ശരി. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലാണ്, ഒരു ചെയിൻ ഹോട്ടൽസാണ്. പല സ്ഥലത്തും നമ്മൾ ഈ ലോബിയിൽ മെയിനായിട്ട് പേസ്ട്രി കൗണ്ടേഴ്സ് ഉണ്ടാവും, കോഫി ഷോപ്പുകളൊക്കെ. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് മെയിനായിട്ട് കുട്ടികളായാലും ഫാമിലികളായാലും അവരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പേസ്ട്രി കൗണ്ടേഴ്സാണ്. അവരിങ്ങനെ അതിലിങ്ങനെ നോക്കി നിൽക്കും, നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ കോഫി ഷോപ്പിലെ ആൾക്കാർ ചോദിക്കും അതെന്താണ് ഫ്ലേവർ ഏതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ആശയം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും നാട്ടിൽ വരികയാണെങ്കിൽ ഈ ഒരു നാട്ടിൽ വന്നതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാട്ടിൽ 2017 വന്നത്. എൻഡ് ഓഫ് 2017 ഒഫീഷ്യലി ജോയ്മൺ നമ്മൾ രജിസ്റ്റർ ചെയ്തു. 2018 തൊട്ട് ഓപ്പറേഷൻസ് തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ആദ്യമായിട്ട് ഓൺലൈൻ സർവീസ്. അതെ, ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡെലിവറികൾ ഒരു റിസ്കി ഫാക്ടർ ആയതുകൊണ്ട് കേക്കിനെ സംബന്ധിച്ചിടത്തോളം അതാരും ചെയ്യണ്ടായിരുന്നില്ല. ഓർഡർ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വെബ്സൈറ്റ് വഴി ചെയ്യാം. ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ ഷോപ്പിൽ, പിന്നെ ഷോപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യാം. ശരി. അപ്പോൾ രഘുവേട്ടൻ പറഞ്ഞത് മനസ്സിലായത് കേക്കിന്റെ ഡെലിവറി ഭയങ്കര റിസ്കി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെങ്ങനെ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ അതെന്താ വെച്ചാൽ റിസ്കി എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ വളരെ സെറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സമയമല്ല. കസ്റ്റമറെ സംബന്ധിച്ചോളം പറഞ്ഞ സമയത്ത് നമ്മളൊരു ടൈം സോൺ വെച്ചിട്ടുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ എത്തിക്കാന്നുള്ളത്. പക്ഷെ എന്നാലും അവരത് ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എത്തിയില്ലെങ്കിൽ എന്താ എത്തിയില്ല, ഈ സമയത്ത് പറഞ്ഞാൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. പലപ്പോഴും കാണാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ ഷേപ്പിലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊരു നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡെലിവറി ബോയ്സ് തന്നെയാണ്. അവർ ആദ്യമൊക്കെ കാലഘട്ടത്തിലൊക്കെ തുടങ്ങുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അവരത് ഹാൻഡിൽ ചെയ്തിട്ട് അത് ഓക്കെയാണ്. അങ്ങനെയുള്ള അല്ല, ഒരു പുതിയ സ്റ്റാഫ് വരുമ്പോൾ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തുടക്കത്തിലൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് മനസ്സിലാവും എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പല റോഡുകളും ആർക്കറിയില്ലോ. നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ പോകുന്ന റോഡുകളായിരിക്കും. പിന്നെ ക്ലൈമറ്റിന്റെ മഴയുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. സൈഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മറ്റ് ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്ന പോലെ അങ്ങോട്ട്
വേഗത മാത്രം നോക്കിയാൽ പോരാ, അതെ. അതിൻ്റെ സേഫ്റ്റി കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അധികം ചെയ്തിരുന്നില്ല. അപ്പോൾ ആളുകൾക്ക് എത്താനുള്ളൊരു വഴി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ധൈര്യമായിട്ട് ഡെലിവറി അങ്ങോട്ട് Start എടുക്കും. ചെയ്തു. അപ്പോൾ അങ്ങനെ അഡ്വൈസ് ചെയ്തു, അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ ധൈര്യമായിട്ട് ചെയ്യേ, ഭയപ്പെടുന്നുള്ള. ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പോൾ 5 വർഷം 6 വർഷമായി. 6 വർഷം. 2018-ലാണ്. 24 ആയില്ലേ. അപ്പോൾ നമ്മുടെ ഈ ജോയ്മോൺ കേക്ക്സിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളത്? നമ്മൾ കേക്കുകൾ മാത്രമാണ് ബേസിക്കലി ചെയ്യുന്നത്, ഒരു ഫുൾ ബേക്കറി അല്ല. അതുകൊണ്ട് തന്നെ കേക്ക്സ് കംപ്ലീറ്റ് കൺസെൻട്രേഷൻ അതിൽ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഒരു ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ കേക്ക് കഴിക്കുന്നവരുടെ ഒരു സ്നേഹവും സന്തോഷവും കൂടി അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഫീഡ്ബാക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആൾക്ക് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല ഡെലിവറികളിൽ. പക്ഷെ നമ്മൾ അവർ പറയുന്ന പോലുള്ള ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയാണ്. അൺലിമിറ്റഡ് ഫ്ലേവേഴ്സ്. അതെ അതെ, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പുതിയ ഫ്ലേവർ നമുക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അപ്പോൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും. ഡിസൈൻസ് പറഞ്ഞാൽ അവർ പറയുന്നത് അവരെന്താണോ ഡ്രീം ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അൺലിമിറ്റഡ് ആണ്. ഫ്ലേവേഴ്സൊക്കെ നമുക്ക് യൂണീക്ക് ആയിട്ട് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ ഡിസൈൻസ് പറഞ്ഞാൽ കസ്റ്റമർക്കാണ് ഡിസൈനിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു ബഡ്ജറ്റിനനുസരിച്ചിട്ട്. എല്ലാ ഒക്കേഷൻസും പറയുമ്പോൾ വെഡിങ് കേക്ക്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ ഒക്കേഷനും ഹാപ്പിനെസ് നിൽക്കുന്നതിന് ഹാപ്പിനെസ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സെൻഡ് ഓഫ് പാർട്ടി ആണെങ്കിലും ഇപ്പോൾ ഫെയർവെൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഒക്കേഷനും പറ്റിയത് നമ്മൾ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് ആ സാഹചര്യത്തിനനുസരിച്ച് പറ്റിയ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യണോ അതോ നമുക്കിപ്പോൾ ഷോപ്പിൽ വന്നാൽ വാങ്ങിക്കാൻ പറ്റും? സെയിം ഡേ ഡെലിവറികൾ ഉണ്ട്. ഷോപ്പിൽ വന്ന് വാങ്ങിക്കാം. അവൈലബിൾ ആയിട്ടുള്ള കേക്കുകൾ ഷോപ്പിൽ വന്നിട്ട് ഷോപ്പിൽ എല്ലാതും അവൈലബിൾ അല്ല. ഇല്ല, കാരണം ഇതിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്ന കേക്കിന്റെ 3 ദിവസം ഉള്ളൂ. നമ്മൾ ഡെയിലി ബേക്കിംഗ് ആണ്. അപ്പോൾ 3 ദിവസം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ട് അത് വേസ്റ്റ് ആയിപ്പോയി. സെയിൽ ചില ദിവസങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്ലെറ്റിൽ അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സൈറ്റ് നോക്കിയിട്ട് ഏതാണോ ചൂസ് ചെയ്യുന്നത് അപ്പോൾ അതപ്പോൾ തന്നെ റെഡിയാക്കി ആ പറഞ്ഞ ടൈമിനകത്ത് ഡിസ്റ്റൻസ് നോക്കിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഡെലിവറിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ആണ്. നമ്മൾ 20 മിനിറ്റിനുള്ളിൽ എത്തിക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ ചിലപ്പോൾ ക്രീം ചിലപ്പോൾ ലൂസ് ആവും, മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡിസൈനർ കേക്കുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകണം. ടോൾ കേക്കുകൾ ഉണ്ടാവും. അപ്പോൾ പല ഒക്കേഷൻ ഇപ്പോൾ വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ ടോൾ കേക്ക്സ് ഒക്കെയാണ്. ഇപ്പോൾ വെഡിങ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ടോൾ കേക്ക്സ് ഒരു ട്രെൻഡിയാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണമാണ് ഈ 20 മിനിറ്റ്സിനകത്ത് എന്നുള്ളൊരു സേഫ് ഡിസ്കസ് ആയി പോകുമല്ലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ കുറേ ഓപ്ഷൻസ് നമുക്ക് കേക്ക്സിൻ്റെ ഫീൽഡിൽ നോക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ജോയ്മോൺ കേക്ക്സിന് മേടിക്കണം, അല്ലെങ്കിൽ ജോയ്മോൺ കേക്ക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും കൂടി അറിഞ്ഞാൽ ആളുകൾക്ക് അത് ഉപയോഗപ്പെടും. നമ്മളുടെ എന്ന് വെച്ചാൽ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാരെന്ന് ഉദ്ദേശിച്ച കസ്റ്റമേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സർവീസ് കൊടുക്കുക, നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, എല്ലാ ആൾക്കും അഫോർഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. എക്കണോമിക്കലായിട്ടും എല്ലാ റേഞ്ചിലും എന്ന് വെച്ചാൽ വളരെ ഹൈഫൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാറുണ്ട്. മീഡിയം ലെവലിൽ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കേക്കുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ബൾക്ക് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒക്കെ കേക്ക് ഗിഫ്റ്റിംഗ് ഉണ്ട്. അതിപ്പോൾ മെയിനായിട്ട് ഓൺലൈനിലൊക്കെ വരുന്ന അങ്ങനെയാണ്. സർപ്രൈസ് കേക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കസ്റ്റമർ എന്ത് സർപ്രൈസ് ആണോ ഉദ്ദേശിച്ച് അത് കൊടുക്കും. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നമ്മളിപ്പോൾ ഫ്ലവേഴ്സ് ഒക്കെ പറയാറുണ്ട്. അതൊക്കെ പ്രിന്റഡ് കപ്പുകളൊക്കെ ഉണ്ടല്ലോ, മഗ്, അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിലുള്ള ഓപ്ഷൻസ് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള കേക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എഗ്ലെസ് കേക്കുകൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ ഓർഡർ ആണ്. ഓൺ ദ സ്പോട്ട് വന്നിട്ട് പറഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ടാവില്ല. പ്രീ ബുക്ക് ചെയ്താൽ ഇതെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രിന്റഡ് കേക്ക്സ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോ പ്രിന്റിംഗ് കേക്ക്സ് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസൈനർ കേക്ക്സ്, അതിലിപ്പോൾ ഫോണ്ടൻ കേക്കുകൾ, ഷുഗർ പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനുകൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. അത് കൊടുക്കാറുണ്ട്. പക്ഷെ അതിനുള്ള വേറൊരു ഓപ്ഷൻ എന്നുള്ളതെങ്കിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് കുറച്ചുകൂടി ലോ ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ ഈ ഫോണ്ടൻ കേക്കുകൾക്ക് ടൈം കുറേ എടുക്കും, എക്സ്പെൻസീവ് ആണ്. പക്ഷെ അതന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ട് ഉള്ള ടോപ്പേഴ്സ് വെച്ചിട്ട്, കേക്ക് ടോപ്പറുകളാണ് പറയുന്നത്, അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കും. റീസെന്റ് ഞാൻ കണ്ട ഒരു ആഡാണ് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് പറ്റുന്ന കേക്ക്സും അവൈലബിൾ ആണ് കേട്ടത്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ നാച്ചുറൽ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 1-2
ഔട്ട്ലെറ്റുകളെ കിട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളത് തന്നെ വാങ്ങിച്ചിട്ട് മെയിനായിട്ട് ഈ ഷുഗർ സിറപ്പിൻ്റെ യൂസാണ് അതിൽ കുറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഷുഗർ തരാൻ പറ്റുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മളതേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫ്ലേവേഴ്സും നമ്മളതിന് ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതിൽ ഷുഗർ കണ്ടൻറ്റ് കുറവുള്ള ചില ഫ്ലേവേഴ്സ് ഉണ്ട്, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ ഗ്രീൻ ആപ്പിൾ, അങ്ങനെയൊക്കെയുള്ളതുണ്ട്. പക്ഷേ അതല്ലെങ്കിൽ തന്നെയും കമ്പാരിറ്റീവ്ലി നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് ബൂസ്റ്റ് ആവില്ല ഷുഗർ പെട്ടെന്ന്. ഓക്കെ. അപ്പോൾ അതായത് കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമല്ലേ? ഓക്കെ. പിന്നെ കൂടുതൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ആൾക്കാരോട് പറയാൻ? ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള സപ്പോർട്ടിനൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ എന്താ പറയുക, ഒരു മോശം കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയത്. ഞങ്ങളിത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ പ്രളയം അങ്ങനെ ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ COVID-19. അപ്പോൾ ആ സമയത്തൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ കോമ്പറ്റീഷനും കൂടി, ഹോം ബിസിനസ് ആയിട്ട് ഇത് ഭയങ്കരമായിട്ട്. പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഞാനോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കേക്ക് ഷോപ്പുകളോ നിന്ന് പോയത് കൊണ്ടായിരിക്കും, പഠിച്ചു നിന്ന് പോയത് കൊണ്ടായിരിക്കും. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വീടുകളിൽ നിന്ന് കേക്കുകൾ ഉണ്ടാക്കാനൊക്കെ എല്ലാവരും പഠിച്ചു. പക്ഷെ എന്നാലും ഒരു ഒക്കേഷന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ, അതിൻ്റെ ആ ഒരു ഭംഗിയിലും ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റുകളൊക്കെ വേണമെങ്കിൽ നമ്മളൊക്കെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് വളരെ നന്ദിയുണ്ട് ആൾക്കാരോട്. അപ്പോൾ വീണ്ടും ആ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് വല്ലതും വെക്കുന്നത് ഡെലിവറിക്ക്? അതോ ടൈമിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ എന്നുള്ളതാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 20 മിനിറ്റ്സിൽ സേഫായിട്ട് പോയി വരാമെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഈ ഡെലിവറിക്ക് ചാർജ് അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യും. കൂടെ അതിനേക്കാൾ കൂടുതൽ വളരെ ഒക്കേഷനിൽ ചിലപ്പോൾ ചോദിക്കാം, വെഡിങ് വളരെ ദൂരെയാണ്, അവർക്ക് വന്ന് പിക്ക് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരി ഓക്കെ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഡെലിവറിക്ക് കൂടുതൽ ആൾക്കാരെ അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യേണ്ടി വരും. മാൻ പവറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡെലിവറി ചാർജ് കസ്റ്റമറെ സംബന്ധിച്ച് കേക്ക് സേഫായി കിട്ടുമെന്ന് തന്നെയാണ്. അതെ, ഒരു കാരണവശാലും കസ്റ്റമർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ ശരി ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് നോക്കാറില്ല, അങ്ങനെ കൊണ്ടു കൊടുക്കും.